പ്രഭാരേട്ടാ, ഇതാ യുദ്ധം തുടങ്ങാറായി. ദേ ആ വരുന്ന ആരാന്ന് നോക്കിയേ, ശാരദ. ആണാ? എന്താ ചേട്ടാ, പേടിയുണ്ടോ? ഏയ്, ഈ പ്രഭാകരന അല്ലെങ്കിൽ തന്നെ കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണോ? വേണ്ട. നീ കണ്ടോ? എന്താ ശാരദയെ തണുക്കുന്നുണ്ടോ? എനിക്ക് തണുക്കുന്നുണ്ടെങ്കിൽ ഞാൻ സഹിച്ചോളാം, താനത് അന്വേഷിക്കണ്ട. എന്താ ചേട്ടനൊന്നും തിരിച്ചു പറയാത്തത്? എടാ, എല്ലാ പ്രേമവും തുടങ്ങുന്ന ഈ പൊട്ടിത്തെറിയിൽ ഉടക്കിലാണ്, പിന്നെ അങ്ങ് തണുക്കും. നീ കണ്ടോ ഈ ശാരദ പ്രഭാകരനെ നോക്കിനും വാക്കിനുമായി ഈ കരയുടെ മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? ഈ വ്യത്യാസം നിനക്ക് നാളെ തന്നെ കാണാൻ പറ്റും. ശാരദേ അവിടെ നിന്റെ കടയുടെ മുമ്പില് നല്ല അടി അടക്കാം. ആ തയ്യക്കാരൻ പ്രഭാകരനിട്ട് ശരിക്കും കിട്ടിയിട്ടുണ്ട്. ആരാ തല്ലിയത്? ആ പറയ കടയിലുള്ള ആളുകളാന്നാ പറഞ്ഞത്. ഇനി തയ്ക്കാൻ കൊടുത്ത വല്ലവരും ആണോ? ഇത് കേസൊന്നുമല്ല, ഏതോ പെണ്ണ് കേസാന്നാ പറഞ്ഞത്. പെണ്ണ് കേസോ? ആ, ഈ തല്ലുന്നവന്മാരുടെ പെങ്ങള് കടയുടെ മുമ്പിൽ കൂടി പോയപ്പോ തണുപ്പുണ്ടോന്നോ ചോദിച്ചോന്നോ മറ്റോ പറയണ കേട്ടു. എങ്കി ഞാൻ പോട്ടെടാ. അല്ല, എന്നിട്ടിപ്പോ പ്രഭാരേട്ടൻ എന്തി? അവിടെ കിടപ്പുണ്ട്. വന്നവരുടെ ദേഷ്യം കണ്ടിട്ട് പ്രഭാകരനിട്ട് ഇനിയും കിട്ടാൻ സാധ്യതയുണ്ട്. നീ വേഗം അങ്ങോട്ട് ചെല്ല്. എന്താ, എന്നെ അന്വേഷിച്ചോ? അതെന്താ, നീ ഉണ്ടോ പ്രശ്നത്തില്? ഏയ്, ഞാൻ വെറുതെ ചോദിച്ചാ. നീ എന്താടാ വിചാരിച്ചത്? ഞങ്ങൾ ആരാന്ന് മനസ്സിലായിപ്പോ? ഇപ്പൊ നിനക്ക് നടക്കുന്നുണ്ടോടാ? പെൺപിള്ളേര് വഴിയോടെ പോകുമ്പോഴേ നിന്റെ വേഷം കെട്ടെ ഇനി നീ ആരുടെ അടുത്തെടുക്കരുത്. ഇനി നീ ഞങ്ങളുടെ പെങ്ങളെന്നല്ല, വേറെ ഏതെങ്കിലും പെൺകുട്ടിയുടെ അടുത്ത് എന്തെങ്കിലും കാണിച്ചെന്ന് അറിഞ്ഞാ ചവിട്ടി നിന്റെ എല്ലൊടിയും. മനസ്സിലായോടാ? എന്റെ പെങ്ങൾക്ക് തണുപ്പുണ്ടെങ്കിൽ നീ മാറ്റൂലടാ. ഇവന്മാരെ വെറുതെ വിടില്ല ഞാൻ. ഇവന്മാരുടെ പെങ്ങളെ വല്ലവരും വല്ല കമന്റും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാനെന്ത് പഠിച്ച്? ഞാൻ ഈ ടൈലർ ഷോപ്പ് ഒടുക്കിട്ട് 6 കൊല്ലമായി. ഈ കൂടി നിൽക്കുന്ന ആർക്കെങ്കിലും എന്നെ കുറ്റം പറയാൻ പറ്റുമോ? ഇതിവന്റെ സ്ഥിരം വേലയാ. ഇതല്ല, ഇതിന്റെ അപ്പുറം ഇവന് കിട്ടേണ്ടത്. എന്തിന് ഈ ഇൻഡസ്ട്രിയൽ സ്കൂളിൽ വരുന്ന പെൺകുട്ടികളൊക്കെ ബ്ലൗസും പാവടയൊക്കെ തയ്ക്കുന്നത് ഈ എന്റെ അടുത്താ? എന്താ എനിക്കൂല്ലേ പക്കപ്പാര്? പോട്ടെ പ്രഭാകര, ഇവന്മാര് പറയങ്കടവിൽ നിന്ന് ഇവിടെ വന്ന് നിന്നെ തല്ലിയിട്ട് ഈ ഇരിങ്ങാലക്കുട ടൗണിൽ വിലസുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ലടാ, എന്നെ ഉമ്മാര് കിട്ടാനുള്ളത് കിട്ടി. ഇനി ആ നാട്ടുകാരെ കൂടി വിളിച്ചറിയിക്കണം. വാ പ്രഭാകര, നമുക്ക് പോവാം. വാ. എഴുന്നേക്ക് പ്രഭാകര. കുഴപ്പമൊന്നുമില്ല. അടിന്ന് പറഞ്ഞാ ചടപടാന്ന് അടി കിട്ടിയെന്നാ പറഞ്ഞ. അപ്പൊ നീ കണ്ടില്ല അയാൾക്ക് അടി കിട്ടണത്? ഏയ്, ഞാൻ അവിടെ ചെല്ലുമ്പോ എല്ലാം കഴിഞ്ഞു. ആളുകൾ പിടിച്ചു മാറ്റുന്നു. എന്നിട്ട് പ്രഭാകരേട്ടൻ നിന്നെ കണ്ടോ? ഏയ് ഇല്ല. നിനക്കും ചെന്ന് ആശ്വസിപ്പിക്കായിരുന്നു. നിങ്ങൾ അത്ര കൂട്ടായിരുന്നില്ലേ? അടി കഴിഞ്ഞ ഉടനെ പ്രഭാരേട്ടൻ ശാരദയുടെ ആംഗ്ലമാരെ വെല്ലുവിളിക്കായിരുന്നില്ലേ? അതിനിടെ ഞാൻ എങ്ങനെ ആശ്വസിപ്പിക്കാനാ? ഇയാളുടെ വീരസാഹസിക കഥകള് ആദ്യമേ നീ എന്നോട് പറഞ്ഞപ്പോ തന്നെ ഞാൻ വിചാരിച്ചതാ ഇയാൾക്ക് ആരുടെങ്കിലും അടി ഉറപ്പാണ്. അന്ന് നീ ഇത് പറഞ്ഞില്ലല്ലോ. അതെങ്ങനെ പറയാനാ? പ്രഭാകരേട്ടൻ നിന്റെ വലിയ ഹീറോ അല്ലേ? പാവം, അടി കിട്ടിയത് മിച്ചം. ഇന്നും മഴ പെയ്ത്, അതായത് പ്രത്യേകിച്ച് ഇടവപ്പാതി മാസത്തിൽ മഴ പെയ്ത് കുട്ടികൾ നനഞ്ഞൊലിച്ച് സ്കൂളിൽ പോകുമ്പോൾ ഞാൻ ഈ പഴയ കഥ ഇന്നും ഞാൻ ഓർക്കാറുണ്ട്.